ഇതാണ് ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് ഗൈസ്. നമ്മളിന്ന് പോകുന്ന ഉപ്പുകുന്നേലേക്കാണ്. അതേപോലെ ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഉപ്പുകുന്നേലേക്ക് പോകാം ഗൈസ്. ഞങ്ങളുടെ സ്വന്തം നാടാണ് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ഉപ്പുകുന്നെന്ന് പറയും. നമ്മൾ ഉപ്പുകുന്നേലേക്ക് പോവുകയാണ്. ഇത് ചുറ്റിയെന്ന് പറഞ്ഞൊരു കായാണ്. അതിൻ്റെ ഇത് മൂത്ത് വരുന്നുള്ളൂ. പഴുത്ത് കഴിയുമ്പോൾ നല്ല കറുത്ത കളറായി വരുന്നതാണ്. ഇതാണ് അതിൻ്റെ ചെടി. ഇപ്പോൾ തീ പിടിച്ച് മേട് മൊത്തം കത്തി കിടന്നിട്ട് ഇപ്പോൾ തളുത്ത് കയറി വന്നുള്ളൂ. മഴയൊക്കെ പെയ്തപ്പോഴത്തേന് നമുക്കതിൻ്റെ പഴം എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇങ്ങോട്ടൊന്നും ആരും ഒന്നും വരാറൊന്നുമില്ല. എല്ലാവരും അവിടെ അരിപ്പാറ കെട്ടിൻ്റെ അവിടെയൊക്കെ ഒന്ന് കാണാറുള്ളൂ. ഇവിടെയൊക്കെ നല്ല സ്ഥലമാണ് കാണാൻ. ഇതാണ് ഗൈസ് നമ്മുടെ മലകയറ്റം. ഉപ്പുകുന്നിൻ്റെ മണ്ടയിലേക്ക് പോകുന്നത്. ഇത് കണ്ടോ, മൊത്തം വെള്ളാരം കല്ല് ഇങ്ങനെ അടുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഉപ്പുകുന്നെന്ന് പേര് വന്നതെന്നാണ് ഇവിടെ കാരണന്മാരൊക്കെ പറയുന്നത്. അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ഒരാൾ മടുത്ത് ഗൈസ്, നടന്ന് മടുത്ത്. ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി. ഈ വീഡിയോയുടെ സെൻറ്ററിലൊരു വെളുത്ത പൊട്ട് കണക്ക് കാണുന്നുണ്ട് ഗൈസ്. അതാണ് അരിപ്പാറ അമ്പലം. നമ്മളവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞു. ഇതാണ് ആ അമ്പലം, ദേവീക്ഷേത്രമാണ് ഗൈസ്. ഇങ്ങോട്ടൊന്നും അങ്ങനെ ഒത്തിരി ആൾക്കാരാണ്. വെള്ളാരം കല്ലാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ഉപ്പുകുന്നെന്ന് പേര് വന്നേ. മൊത്തം വെള്ളാരം കല്ല് ഉപ്പ് കണക്ക് ഇങ്ങനെ ചതറി കിടക്കുകയാണ്. മൊത്തം കണ്ടോ, പൊട്ടി തകർന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഉപ്പുകുന്ന് പേര് വന്നത്. ഇത് രണ്ട് ചുറ്റുന്ന കൊലയാണ്. നിങ്ങളുടെ മലയാള നാട്ടിലും പലതൊക്കെ ആയിരിക്കും പറയണത്, എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. ഇതാണ് മൂത്ത് വരുന്നുള്ളൂ ഗൈസ്. ഇല്ലേ നമുക്ക് പറഞ്ഞ് പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാമായിരുന്നു. ഇത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഷിമ്മിക്കൂട്ടിലിട്ട് കെട്ടി വെള്ളം തിളച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അത് പഴുത്ത് വരുന്നതാണ്. അന്നേരം നമുക്ക് കഴിക്കാം. പക്ഷേ ഇപ്പോൾ ഇത് മൂത്തിട്ടില്ല. മൂത്തെങ്കിൽ നമുക്ക് അപ്പുറം പറിക്കാമായിരുന്നു. ഇതാണ് ഗൈസ് ചുറ്റിയത് പഴം. ഇതെല്ലാം കുറേയൊക്കെ ചാടിപ്പോയി. 1-2 കാ കൊള്ളാം. ഇതാണ് ഇതിൻ്റെ കാ. നമുക്ക് കഴിച്ചു നോക്കാം. ഇവിടെ ഉണ്ടോ? കുരിയൊക്കെ ഇവിടെ തന്നെ കളയാം, മുളച്ചോട്ടെ. ഇവിടെ നമ്മൾ പഴുത്തൊരു വീണ്ടും ഒരു കൊല കണ്ടു. പക്ഷേങ്കിൽ അതെല്ലാം പഴുത്ത് കരിഞ്ഞു പോയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും നമുക്കിത് വെട്ടി വീട്ടിൽ കൊണ്ടുപോകാം. നമുക്ക് എല്ലാം മൂത്താണ്. 1-2 ഉള്ളൂ. പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. ഏതായാലും ഇതേന്ന് നമുക്ക് 2-3 പറിച്ച് തിന്നാം. എന്നാണ് നമ്മൾ കഴിക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മൾ നടന്നു വന്ന വഴി. ആ കാണുന്ന നടന്നു വന്നാൽ ഇപ്പോൾ ഒരു 1.5 കിലോമീറ്ററെങ്കിലും നടന്നു വന്നു കഴിഞ്ഞു കാണും. നമുക്ക് ഗൈസ് ഒരു പരുന്ത് പറക്കുകയാണ്. നമ്മുടെ ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. എന്താണെന്നറിയത്തില്ല. ഇതാണ് നമ്മൾ ഉപ്പുകുന്നിൻ്റെ മണ്ടയിൽ കയറിയിട്ടിരിക്കുകയാണ്. ഉപ്പുകുന്നിൻ്റെ മണ്ടയിൽ കയറിയിട്ട് നമുക്കൊരു നിൽക്കുന്ന ഗൈസ് ഒരാൾ പറക്കാൻ നിൽക്കണമെന്ന് സംശയമുണ്ട്. പറക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് മുറംകട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അതും കാണാൻ അടിപൊളിയാണ്. അതും ഈ കാണുന്ന സ്പെഷ്യൽ ആ പരുന്ത് പറക്കുന്നതിൻ്റെ നേരെ അടുത്താണ്. അതിൻ്റെ നേരെ താഴെയാണ് മുറംകട്ടിപ്പാറ എന്ന് പറഞ്ഞത്. നമുക്കിനി ഒരു ദിവസം അങ്ങോട്ടും പോയി വീഡിയോ എടുക്കുന്നതാണ്. അതും താമസിക്കാതെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ തന്നെ, യൂട്യൂബിൻ്റെ അക്കൗണ്ടിൽ തന്നെ വരുന്നതാണ്. ഇതാണ് അതിൻ്റെ ചുറ്റുമുള്ളൊരു ഉപ്പുകുന്നിൻ്റെ മണ്ടയിൽ കയറിയിട്ടുള്ളൊരു ഭാഗം. ചെറിയ കത്തിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കൊല വെച്ചെടുത്താണ്. അതായത് ഇത് മൂത്ത കൊലയാണ്. അതിലെല്ലാം കുറേയൊക്കെ ചീഞ്ഞു പോയി. അത് ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ച് പഴുപ്പിച്ചെടുക്കാം. ഗൈസ് ഇല്ല, അത്യാവശ്യം മൂത്ത കൊലയാണ്. നമ്മൾ 2-3 കൊലയാണ് വെട്ടിയെടുക്കുകയാണ്. എന്നാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് പരിചയമുള്ളവരൊക്കെ കാണും. അവരെല്ലാവരും ചോദിക്കും. അന്നേരം നമ്മൾ
ഇച്ചിരി കൂടുതലെടുത്തില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. ഇവിടെ 2-3 കൊലയുണ്ട്. അതും പോയി 2 മുറിച്ചെടുക്കുവാണ്. അടുത്ത കൊല മുറിച്ചെടുക്കാൻ പോകുന്നത്. ഇതാണ് മൂത്ത കൊലയാണ് കൈ. അവിടെ ഇവിടെയൊക്കെ പഴുത്തൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടോ നമുക്ക് കഴിച്ചിട്ട് ഇട്ടെടുക്കാം. ഇങ്ങനെ നമ്മൾ നീളത്തിൽ കണിച്ചെടുക്കുന്നത് ചെറിയ വ്യത്യാസമാണ്, വലിയ മൂർച്ചയൊന്നുമില്ല. നമ്മൾ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇതാണ് ചിട്ടീൻ്റെ. ഇത് കണ്ടിട്ടുള്ളവരൊക്കെ കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ്, കഴിച്ചിട്ടുള്ളവരും. പഴം അതിൻ്റെ പച്ചക്കൊലയാണ് ഈ കാണുന്നത്. ഈ ഒരു കളറായിരിക്കും. മൂത്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഇതേപോലെ നല്ല കളർ വരും. നമുക്ക് ഈ ഇതാണ് ഗൈസ് ചുറ്റീന്തൊക്കെ കുന്നലോട്ട് വന്ന് കയറിയിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അതേപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മളൊന്ന് ചുറ്റീന്തൊക്കെ കുടിക്കാൻ വന്നതാണ് ഇപ്പോൾ കുന്നിൻ്റെ മണ്ടയിൽ. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് മകേഷ് കള്ളിക്കൽ എന്നാണ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെൽ ബട്ടനൊക്കെ അമർത്തിയാലേ ഞാനിടുന്ന ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്.